الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن جابر بن عبد الله رضي الله عنه قال رسول الله صلى الله عليه وسلم: أيها الناس اتقوا الله وأجملوا في الطلب فإن نفسا لن تموت حتى تستوفى رزقها وإن أبطأ عنها فاتقوا الله وأجملوا في الطلب خذوا ما حل ودعوا ما حرم. മുസ്തഫ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ജീവിതായോധന രംഗത്ത്, അതായത് ധനം സമ്പാദിക്കുമ്പോൾ നല്ല രീതിയിൽ ഭംഗിയായി അധ്വാനിക്കുക. തനിക്ക് വിധിക്കപ്പെട്ട റിസ്ക് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഒരാളും തന്നെ മരണമടയുകയില്ല. അത് കുറച്ച് താമസിച്ചാണെങ്കിലും. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സമ്പാദ്യം നന്നാക്കി തീർക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് അനുവദനീയമായവ സ്വീകരിക്കുക, നിഷിദ്ധമാക്കപ്പെട്ടവ വർജിക്കുകയും ചെയ്യുക. ഓരോരുത്തരും തൻ്റെ കുടുംബത്തിൻ്റെയും ഭാവി ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട്, സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓരോരുത്തരും തൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കഴിയവേ അള്ളാഹു ഒരു മലക്കിനെ അയച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അവനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെ വിവരിക്കുന്നുണ്ട്. അവൻ്റെ ആയുസ്, അവൻ്റെ റിസ്ക്, ജീവിത വിഭവം, അവൻ്റെ മരണം, പരലോകത്ത് സ്വർഗത്തിലോ നരകത്തിലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അള്ളാഹുവിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. മനുഷ്യൻ്റെ എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളുടെയും ഭാവി, ഭൂത, വർത്തമാന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്നുണ്ട്: വക അയ്യമിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹ വ ഇയ്യാക്കും വഹുവ സമീഉൽ അലീം. എത്ര ജന്തുക്കൾ, അവയൊന്നും അവയുടെ ഭക്ഷണം ചുമന്നുകൊണ്ടല്ല നടക്കുന്നത്. അള്ളാഹുവാണ് അവക്കൊക്കെയും ഭക്ഷണം പ്രദാനം ചെയ്യുന്നത്. നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ അള്ളാഹു തന്നെയാണ്. അവൻ സകലതും കേൾക്കുന്നവനാണ്, അറിയുന്നവനുമാണ്. വലിയ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ദേഹം ഒരിക്കൽ ഒരു പാചകം ചെയ്ത ഒരു പൊരിച്ച മാംസക്കഷ്ണം ഭക്ഷിക്കാൻ വേണ്ടി എടുത്ത് തൻ്റെ മുന്നിൽ വെച്ചു. തൽക്ഷണം ഒരു പൂച്ച വന്ന് അത് തട്ടിയെടുത്തുകൊണ്ട് ഓടിപ്പോയി. അദ്ദേഹം ആ പൂച്ചയെ നിരീക്ഷിച്ചു. പൂച്ച ഒരു ഒഴിഞ്ഞ സ്ഥലത്തുള്ള ഒരു മാളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. അല്പം കഴിഞ്ഞ് ആ മാളത്തിൽ നിന്നും കണ്ണ് കാണാൻ വയ്യാത്തൊരു പാമ്പ് പുറത്തേക്ക് വന്നിട്ട് ആ മാംസക്കഷ്ണം കടിച്ച് കൊണ്ടുപോയി. ഇത് കണ്ട അദ്ദേഹം ആകാശത്തേക്ക് തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു: സുബ്ഹാനല്ലാഹ്, പരസ്പര ശത്രുക്കളെപ്പോലും അവരുടെ ഭക്ഷണത്തിനായി കീഴ്പ്പെടുത്തി കൊടുത്ത അള്ളാഹു എത്ര മഹാനാണ്. ഇതുകൊണ്ടാണ് അള്ളാഹുവിനെ റാസിഖ് അഥവാ ഭക്ഷണം നൽകുന്നവൻ എന്ന് പറയുന്നത്. ഖുർആനിൽ പറയുന്നുണ്ട്: മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് എല്ലാ വിഷമതകളിൽ നിന്നും മോചനം പ്രദാനം ചെയ്യും. അവൻ പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ റിസ്ക് അവന് നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ജീവിത വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ്. ദുനിയാവിൽ ഒരാൾ ധനം സമ്പാദിക്കാൻ വേണ്ടി എത്ര തന്നെ കഠിനമായും സമർത്ഥമായും ശ്രമിച്ചാലും അള്ളാഹു അവന് നിശ്ചയിച്ച ഒരു റിസ്ക് ഉണ്ട്. അത് മാത്രമേ അവന് സമ്പാദിക്കാൻ കഴിയുള്ളൂ. പാരത്രിക ജീവിതം മുന്നിൽ കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പരലോകത്ത് അള്ളാഹു നല്ല വിഭവങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരാൾ
പെട്ടെന്ന് ലഭ്യമാകുന്ന ഐഹിക നേട്ടങ്ങൾ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത്ര പ്രദാനം ചെയ്യും. പിന്നെ അള്ളാഹു അവന് നരകം വിധിക്കുന്നു. അതിലവൻ നിന്ദിതനും കാരുണ്യം വിലക്കപ്പെട്ടവനുമായിട്ട് എരിയുന്നതാണ്. അതേസമയം പരലോക നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് സത്യവിശ്വാസിയായി അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുടെ പ്രയത്നങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതാണ് ഇരുകൂട്ടർക്കും. അതായത് സത്യനിഷേധികൾക്കും സത്യവിശ്വാസികൾക്കും ഈ ദുനിയാവിൽ റിസ്ക്, ജീവിത വിഭവങ്ങൾ അവൻ നൽകിക്കൊണ്ടിരിക്കും. അത് സൂറത്തുൽ ഇസ്രായിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ആരെങ്കിലും എൻ്റെ ഹിദായത്തിനെ, എൻ്റെ മാർഗദർശനത്തെ, എൻ്റെ ദിക്റിനെ അവഗണിച്ച് തള്ളിക്കളയുകയാണെങ്കിൽ, അതായത് തോന്നിയ പോലൊക്കെ ജീവിക്കുകയാണെങ്കിൽ നാം അവന് കുടുസായ ജീവിതമാണ് ഈ ലോകത്ത് നൽകുക. അന്ത്യനാളിൽ നാം അവൻ അന്ധനായിട്ടായിരിക്കും ഹാജരാക്കുക. ഇടുങ്ങിയ ജീവിതം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം മാത്രമല്ല. ഇപ്പോൾ സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സമാധാനത്തോടു കൂടി രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഒരു വശത്ത് പക, വിദ്വേഷം, അസംതൃപ്തി, എത്ര കിട്ടിയാലും മതി വരാത്ത ആർത്തി. ഇത്തരക്കാരുടെ ജീവിതത്തിൽ എന്ത് സമാധാനമാണ് ഉണ്ടാവുക? ലോകത്തെ വിറപ്പിച്ച സർവാധിപതികളും ലോകം മുഴുവൻ വിലക്ക് വാങ്ങാൻ മാത്രം സമ്പത്തുള്ള മുതലാളിമാരുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ നാം കേൾക്കാറുള്ളതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ അത് ദൈവസ്മരണ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.